എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വാതാപി ഗണപതി എന്നുള്ള കൃതിയുടെ പല്ലവി നോക്കിയിരുന്നു. അപ്പോൾ നമുക്ക് അനുപല്ലവി നോക്കാം അടുത്ത പാർട്ടായിട്ട്. അനുപല്ലവി ഇങ്ങനെയാണ്: ഭൂതദി സംസേവിത ചരണം, ഭൂതദി സംസേവിത ചരണം. സ്വരം ഗപ്പ ഗരി സ. അങ്ങനെ ഒരു സാധനം കുറച്ച് ഒരു വ്യത്യസ്തമായ സംഗതി വായിച്ചാൽ കുറച്ച് നല്ലതായിരിക്കും. ഭൂതദീസം ഗപ്പ ഗരി ഗരി സ. എങ്ങനെ വായിക്കാം നോക്കാം. അപ്പോ സെക്കൻഡ് സ്ട്രിംഗിൽ തന്നെ വായിക്കാം. രീ സരി ഗരി ഗപ്പ ഭൂതദീസം. രണ്ട് സംഗതി വായിക്കാം കേട്ടോ. ഏതാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അത് എടുക്കാം. അല്ലെങ്കിൽ ഗപ്പ ഗരി സ, അതും കുഴപ്പമില്ല. ഗപ്പ ഗരി സ, അങ്ങനെയും വായിക്കാം. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് സംഗതി ഭൂതഭൗതിക പ്രപഞ്ച ഭരണം സാ സത്സനി ഗരി സത്സനി പ. അപ്പോ സാ സത്സനി ഗരി എന്നുള്ളത് രീതി എന്ന് വായിച്ചാൽ മതി. ഭൂതഭൗതിക പ്രപഞ്ച പഗരി. ഒന്നെങ്കിൽ ഫസ്റ്റ് സ്ട്രിങ്ങും സെക്കൻഡും ഉപയോഗിച്ച് വായിക്കുക ഇങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ സെക്കൻഡ് സ്ട്രിങ് തന്നെയും വായിക്കാം. പഗരി സരി സ, അത് സരി ഗരി സ എന്ന് വായിച്ചാൽ നന്നായിരിക്കും. ഭരണം എന്നൂടെ വായിക്കാം. പിന്നെ ഭൂതദീസം. അടുത്തത് ഗപനി പഗരി ഗരി സ. സേവിത ചരണം സരി ഗപ ഗരി സരി ഗരി ഗപ്പ. സരി ഗപ ഗരി സരി എന്നുള്ളത് സരി ഗരി സ. ആ ഒരു ഷേക്കോടുകൂടി വായിച്ചാൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഒന്നുകൂടെ. ഭൂതദീസം ഗപനി പഗരി ഗരി സരി ഗപ ഗരി സരി ഗരി ഗപ്പ. അത് ഭൂതഭൗതിക, അത് സെയിം തന്നെയാണ്. സാ സനി രി സത്സനി പ പഗരി സരി സ. വിതരാഗിണം വിനതയോഗിണം ഗപ ഗാനി പഗരി സനി രി സ. സെക്കൻഡ് സ്ട്രിംഗിൽ തന്നെ വായിക്കണം. ഗപ ഗനി പ ഗരി സനി രി സ. എല്ലാം പോയിട്ടാണ്. ഗരി സനി പ ഗപ ഗരി സരി. വിശ്വകാരണം ഗരി സനി പ വിശ്വകാരണം വിഘ്നവാരണം. പോന്നോടെ ഗപ ഗനി പ ഗരി സനി രി സ.
ഗരി സനി പ ഗപ്പ ഗരി സരി പിന്നെ പല്ലവി വായിച്ച് നിർത്തുക.